ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വതി ബിജുവാണ് കേട്ടോ. പയർ കയ്യിരിക്കണമെന്നും പറഞ്ഞ് പയറിനെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. ഇത് ഞാനിപ്പോൾ ചന്തയിൽ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. 3 പിടി പയർ 50 രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് വന്നു. കൊള്ളാന്ന് തോന്നുന്നു. പച്ചയുണ്ട്, കുഴപ്പമില്ല. ഇന്ന് ചന്ത സമയം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചന്തയിലേക്ക് പോയത്. എല്ലാം പിരിഞ്ഞ് പറക്കി വെച്ച സമയത്താണ് പോയത്. അപ്പം ഞാൻ പെട്ടെന്ന് തൊലിയും വാങ്ങിച്ച് കുറച്ച് പയർ വാങ്ങിച്ചിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് വന്നു. ഓക്കെ, നല്ല വെയിലായിരുന്നു. വെയിലത്ത് താഴ്ന്ന് വന്നപ്പം ആണ് ഒരു കാര്യം ഓർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും വലിയ അശുദ്ധി എന്താണെന്നറിയോ നിങ്ങൾക്ക്? അശുദ്ധി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിൽ ഓർമ്മ വരുന്നത്? അശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്ക് വരുന്ന പീരിയഡ്സ് അല്ലേ, പീരിയഡ്സാണ് അശുദ്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ 7 മാസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് കയറാൻ പാടില്ല. അതാണ് മറ്റൊരു അശുദ്ധി. പ്രസവം കഴിഞ്ഞാൽ ഇത്രയും മാസം കഴിഞ്ഞാലേ ക്ഷേത്രത്തിലേക്ക് കയറാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ക്ഷേത്ര ദർശനം പാടുള്ളൂ. അതാണ് മറ്റൊരു അശുദ്ധി. ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന അശുദ്ധി. അത് പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണല്ലേ അശുദ്ധി എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല അശുദ്ധി കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് ദൈവം കനിഞ്ഞു തരുന്ന ഒരു വരദാനമാണ്. ഇതൊന്നും ഒരിക്കലും അശുദ്ധിയല്ല, ശുദ്ധിയാണ്. അശുദ്ധി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അശുദ്ധി. അത് ഭർത്താവ് ഭാര്യയോട് പറയുന്ന വാക്കുകളായിരിക്കാം, ഭാര്യ ഭർത്താവിനോട് ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കാം, അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളിലേക്ക് നൽകുന്ന വാക്കുകളായിരിക്കാം, കുഞ്ഞുങ്ങൾ തിരിച്ച് അച്ഛനമ്മമാരെ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കാം. ഇതൊക്കെയാണ്. ഇത് സൂക്ഷിച്ച്, വാക്ക് തീയാണ്. അപ്പം അത് അത്രയും സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മൾ ഒരടി അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ അത് മായും. പക്ഷെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ അവർ മരിക്കുന്നത് വരെ അവരുടെ ആ ഒരു വേദനയായിട്ട് തന്നെ നിൽക്കും. ആ വാക്കിന് അത്രയും തീവ്രതയാണ്. നാവ് തീയാണെന്ന് പറയില്ലേ, അത്രയും തീവ്രതയാണ്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക. നമ്മളൊരു വാശിക്ക് പുറത്തോ ഒരു ദേഷ്യത്തിലോ പെട്ടെന്ന് നമ്മൾ ആരോടും എന്തിനോടും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനകത്തുള്ളത് ഐക്യതയും സമാധാനം വേണമെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ കുറച്ചൊന്ന് മാറ്റുക. മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുക. ദേഷ്യം വരുന്നിടത്ത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പം എല്ലാ റിലേഷൻഷിപ്പിനും അത് ബാധകമാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പൈസയും കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ അത് നമ്മളിതിൽ ചർച്ച ചെയ്യില്ല. പക്ഷേ ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.